ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ട്രിവാൻഡ്രം സ്റ്റൈൽ ഉറട്ടി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് പച്ചരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിന് ഉപ്പും ഓയിലും ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. വെട്ടി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അതോടൊപ്പം തന്നെ ചിരകിയ തേങ്ങയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് ജീരകപ്പൊടിയോ ജീരകം തല്ലിയതോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്തിട്ടില്ല കേട്ടോ ജീരകം ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ചിലർക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടില്ല. ഞാനിപ്പോൾ ജീരകം ചേർത്തിട്ടില്ല. ഇനി മൂടി വെച്ച് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അവിടെ ഇരിക്കട്ടെ. തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ മൂടിയിട്ടത്. ഇതാണ് നമ്മുടെ ഉറട്ടിപ്പലക. ട്രിവാൻഡ്രത്ത് ഉറട്ടിപ്പലക ഇതാണ് കേട്ടോ. ഇതിലാണ് ഉറട്ടി ഉണ്ടാക്കാറ്. ഇതിൻ്റെ ഉമ്മച്ചി എനിക്ക് പണിത് തന്നതാണ് കേട്ടോ. ഉമ്മച്ചി ചെയ്യിപ്പിച്ച് കാണിച്ചപ്പോൾ എനിക്ക് ഒരെണ്ണം തന്നു കേട്ടോ. ഇതിപ്പോൾ എനിക്ക് കിട്ടിയ ചെറിയ അളവിനുള്ള ഉറട്ടിപ്പലകയാണ്. എനിക്കിതാണ് ഇഷ്ടം. വലിയ അളവിനുള്ള ഉറട്ടിപ്പലകയുണ്ട്. എൻ്റെ ഉമ്മച്ചിയിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതേ ചൂടോടുകൂടി തന്നെ നമ്മുടെ മാവ് ഉരുളകളാക്കി നമുക്കിതിലേക്ക് വെച്ച് കൈ നനച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉറട്ടിപ്പലകയുടെ ആ റൗണ്ട് ഷേപ്പിന് തന്നെ നമുക്ക് കിട്ടും. സാധാരണ പത്തിരി പോലെ നൈസ് അല്ല കേട്ടോ ഉറട്ടി. ഇതുപോലെ കട്ടിയിൽ വരണം, അതാണ് ശരിക്കുമുള്ള ഉറട്ടി. നമ്മൾ പ്രസ്സിൽ ചെയ്യുമ്പോൾ, ചപ്പാത്തി പ്രസ്സിൽ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഈ കട്ടി ഉണ്ടാവില്ല കേട്ടോ. തിക്നെസ് കുറയും അത്. ഇതാണ് ഒറിജിനലായിട്ടും ചെയ്യുന്ന ഉറട്ടി. ട്രിവാൻഡ്രത്ത് ഒറിജിനലായിട്ട് ചെയ്യുന്ന ഉറട്ടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഉറട്ടിപ്പലകയിലാണ് ഉറട്ടി ഉണ്ടാക്കാറ്. ഇപ്പോൾ എല്ലാവരും മടി കാരണം പ്രസ്സിൽ വെച്ചങ്ങ് പ്രസ് ചെയ്തെടുത്താണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ദേ കണ്ടോ, അടിപൊളിയായിട്ട് നമ്മുടെ ഉറട്ടി റെഡി ആയിട്ടുണ്ട്. അതായത് ഈ തെക്കിൽ വരും. അത്യാവശ്യം ചെറിയ ചൂടിൽ തന്നെ നമ്മൾ പരത്തി പറവറ ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ദേ ചൂട് കല്ലിൽ ഇട്ട് നമുക്ക് ചുട്ടെടുക്കാവേ. തിരിച്ചും മറച്ചും ഇട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓൾറെഡി വെന്ത മാവാണ്. ഒന്നുകൂടി നന്നായിട്ട് തിരിച്ചും മറച്ചിട്ട് നന്നായിട്ട് ചുട്ടെടുക്കുക, അമർത്തി കൊടുക്കണം കേട്ടോ ഇങ്ങനെ. അപ്പോൾ ചെറിയ രീതിയിൽ കുമിളിച്ച് ഇങ്ങനെ വരും കേട്ടോ, ചെറിയ രീതിയിൽ. അതാണ് ഇതിൻ്റെ പരുവമേ. ഇത് നമുക്ക് പരിപ്പ് കറി, പണ്ടുള്ളവർ പരിപ്പ് കറിയുടെ കൂടെയാണ് ഉറട്ടി കഴിച്ചിരുന്നത് കേട്ടോ. പിന്നെ ചിക്കൻ, മട്ടൻ, ബീഫ് എല്ലാ കറിയുടെ കൂടെ അടിപൊളിയാണ്. വേറെ കറിയുടെ കൂടെ പോകില്ല കേട്ടോ. ഇറച്ചി, ഈ പരിപ്പ് കറിയാണ് പണ്ടത്തെ ഫേമസ് എന്ന് പറയുന്നത്. പിന്നെ മട്ടൻ, ചിക്കൻ, ബീഫ് കറി, ബീഫ് പെരട്ട്, അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. ദേ കണ്ടോ, നമ്മൾ ഉറട്ടി ഒരെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് പിച്ച് കാണിച്ചു തരാവേ. നല്ല ആവി പറക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ നോക്കിക്കോയേ. ഇത് കണ്ടോ, നല്ല ചൂടായിട്ടുള്ള ഉറട്ടിയാണ്. ഇതുപോലെ നമുക്ക് എല്ലാം ഉറട്ടിപ്പലകയിൽ ചുട്ടെടുക്കാം കേട്ടോ. ഞാനിവിടെ ഉറട്ടിപ്പലകയിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത്, പ്രസ്സിലല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസ്സിൽ ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ തുണി നനച്ച് ഇതേ കണ്ടോ, ഞാൻ അങ്ങനെ പരത്തി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാൻ പാകത്തിന് എല്ലാം ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ നനച്ച് ഉറട്ടിങ്ങനെ അമർത്തിയാണ് നമ്മൾ പ്രസ്സിൽ പരത്തി എടുക്കേണ്ടത് കേട്ടോ. ഇത് ഉറട്ടി പ്രസ്സിൻ്റെ കാര്യമാണ് കേട്ടോ, ഉറട്ടി പലകയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഉറട്ടി പലകയിൽ ഇങ്ങനെ കൈകൊണ്ട് നനച്ച് അമർത്തി എടുക്കണം. ഇത് അങ്ങനെ നമ്മുടെ ഉറട്ടി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിനി കറിയുടെ കൂടെ കൂട്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ.